ചിലരോ സംശയിച്ചു. മത്തായി 28:18 യേശു അടുത്തു ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും യേശു അടുത്തു ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ആമേൻ. അപ്പൊ നോക്കിയേ, സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയൊക്കെ പോകണം? സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കണം എന്നുണ്ടെങ്കിൽ എവിടെയൊക്കെ പോകണം? മറ്റൊരു മാത്രം ഞാൻ ഒതുങ്ങി നിന്നാ മതിയോ? കാലടി പഞ്ചായത്തിൽ മാത്രം ഞാൻ നിന്നാ മതിയോ? എനിക്ക് ചില പരിമിതികളുണ്ടല്ലേ, പരിമിതികളുണ്ട് പോകാനൊക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കർത്താവ് നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വിശ്വസ്തയോടുകൂടെ ചെയ്യുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? ആ അരുളപ്പാടുകൾ എന്റെ പക്കലുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് പ്രമാണിച്ചതൊക്കെ പ്രമാണിപ്പം തക്കണം ഉപദേശിച്ചുകൊണ്ടും സകല ജാതികളെയും ശിഷ്യരാക്കുവാൻ, സകല സൃഷ്ടികളോട് സുവിശേഷം പറയുവാൻ ദൈവം നമ്മുടെ പക്കൽ ഏൽപ്പിച്ചിരിക്കുക. ആ ഉത്തരവാദിത്തം അത് പൂർത്തീകരിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തം. ഏൽപ്പിച്ച ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഒരു നാൾ നീക്കം വരുന്നില്ല. അങ്ങനെ തന്നെ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഒരു നാൾ നീക്കം വരുന്നില്ല. നാം അവിശ്വസ്തരായി തീർന്നെന്ന് വെച്ച് ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ എന്നാ ചോദിച്ചത്? ഇല്ല, ഒരു നാളുമില്ല, ഒരു നാളുമില്ല. നമ്മളപ്പോൾ എന്താ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ? ആമേൻ. സുവിശേഷം അറിയിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? സകല സൃഷ്ടികളോട് നമുക്ക് എങ്ങനെയാണ് സുവിശേഷം അറിയിക്കാൻ സാധിക്കുന്നത്? ഇന്ന് ഈ ശിഷ്യന്മാരെ ഉണ്ടായ സമയത്ത് സകല സൃഷ്ടികളോടും അവർ സുവിശേഷം അറിയിക്കാൻ അവർ ഇറങ്ങി തിരിച്ചു, അല്ലെ? ഇറങ്ങി തിരിച്ചു. പത്രോസ് കേരളത്തിൽ വന്നോ? യോഹന്നാൻ കേരളത്തിൽ വന്നോ? യാക്കോബ് കേരളത്തിൽ വന്നോ? വന്നില്ലല്ലോ. തോമസ് ലീഗ വന്നു എന്ന് പറയുന്നു. അതിപ്പോഴും ഉറപ്പുണ്ടോ ഇതിനെക്കുറിച്ച്? ഇപ്പോഴും അതിനെക്കുറിച്ച് ഉറപ്പില്ല. പക്ഷെ നമുക്ക് ഈ ദൈവത്തിന്റെ വചനമൊക്കെ എങ്ങനെ കിട്ടിയത്, അല്ലെ? പത്രോസിന്റെ ലേഖനം 1, 2 നമുക്ക് കിട്ടി. യാക്കോബിന്റെ ലേഖനം കിട്ടി, യോഹന്നാന്റെ ലേഖനം കിട്ടി, ഫിലിപ്പോസിന്റെ ലേഖനം കിട്ടി, പൗലോസ് എഴുതിയത് കിട്ടി, അല്ലെ? ഈ ലേഖനങ്ങളെല്ലാം നമുക്ക് ലഭിച്ചു. ഇതെങ്ങനെ ലഭിച്ചു? അവർക്ക് ആ സമയങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു മാധ്യമം അതവർ യൂസ് ചെയ്തു, അല്ലെ? അത് ഉപയോഗിച്ചുകൊണ്ടല്ലേ ഇന്ന് നമ്മൾ ഈ രക്ഷ അനുഭവിക്കുന്നത്? ഇന്ന് എന്റെ നിങ്ങളുടെ പക്കൽ ഇതുപോലെ സകല സൃഷ്ടികളെ അറിയിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഒരു നാൾ നീക്കം വരികയില്ല, മാറ്റം വരികയില്ല. നിങ്ങൾ പൂർണ്ണമായിട്ടൊന്ന് ചിന്തിച്ചേ, നിങ്ങളുടെ കയ്യിൽ അങ്ങനെ എന്തെങ്കിലും ഒന്ന്, ഏതെങ്കിലും ഒന്ന് ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്? ഒരു പക്കലുണ്ടോ നിങ്ങളുടെ കയ്യിൽ? ആ ഏൽപ്പിച്ച ഒരു വിശ്വസ്തയ്ക്ക് ഒത്തവണ്ണം ചെയ്യുവാൻ, ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യാൻ പറ്റിയ ഒരു എന്താ പറയാ, അതിന് ഒരു ഉപകരണം നിങ്ങളുടെ കയ്യിലുണ്ടോ? ഉണ്ടോ? ഉണ്ടല്ലേ? എല്ലാവരുടെ കയ്യിലും ഉണ്ടല്ലേ? അത് സകല സൃഷ്ടികളിലേക്ക് എത്തിക്കണ ആ സാധനത്തിന് എന്താ പറയണേ? നിങ്ങൾ പറയൂന്ന് അറിയണ്ടേ? ഈ സാധനത്തിന് എന്താ പറയണേ? സകല സൃഷ്ടികളിൽ എത്തിക്കണമല്ലോ. ഇപ്പൊ മിന്നു ഒരു പാട്ട് പാടി, ഞാനത് സകല സൃഷ്ടികളിലേക്കും എത്തിക്കാൻ ഞാൻ എന്താ ചെയ്യുന്നേ? അതിനെന്താ പറയണേ? മൂടിരിക്കുന്ന സാധനത്തിന് എന്താ പറയണേ? സാറ്റലൈറ്റ്. ആ കാലത്ത്, പഴനിമ കാലത്ത് അവരെന്ത് ചെയ്തു? അവരെഴുതി. അവര് നമ്മുടെ അടുത്ത് ആരെങ്കിലും വന്നോ? ഇന്ന് നമ്മൾ ഇന്ന് വചനം വായിച്ച് ബലപ്പെടുന്നത് എന്തുകൊണ്ടാ? അവരത് അധ്വാനിച്ചുകൊണ്ടല്ലേ? അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഭംഗിയായി ചെയ്തുകൊണ്ടല്ലേ? ഭംഗിയായി കൈകാര്യം ചെയ്തുകൊണ്ട് ഇന്ന് നമ്മളിത് വായിക്കുകയും ധ്യാനിക്കുകയും ബലപ്പെടുകയും ചെയ്യുന്നു. ഇനി ഞാൻ മുഖാന്തരം എത്ര പേര് ഇതുപോലെ ബലപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഞാനൊരു ദിവസം പരസ്യോധന മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഫോൺ എടുത്ത് ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുക, മെസ്സേജ് വീഡിയോ എടുത്തോണ്ടിരിക്കുക. അപ്പൊ എന്നോട് അടുത്തിരിക്കുന്ന ദിവസം പറയുകയാണ്, ഇത് ഇനി എവിടം വരെ കറങ്ങും? ഇപ്പോഴും പൊട്ടക്കുളത്തിൽ കിടക്കുന്ന സ്വഭാവം. പൊട്ടക്കുളത്തിൽ കിടക്കുന്ന തവളയുടെ പ്രത്യേകം പറയുമ്പോൾ ഈ തലത്തുനിന്ന് അപ്പുറത്തേക്ക് ചാടും,
അതിന്റെ ലോകം അതാ. അതിന്റെ അപ്പുറത്തേക്കൊന്നും അറിയില്ല. പിന്നെ പുഴയും കടലും സമുദ്രമൊക്കെ കിടക്കുന്നത് അതിനെ അറിയില്ല. അവിടെ എന്തെല്ലാമാണ് ജീവികൾ അതൊന്നും അതിനെ കണ്ടിട്ടില്ല. ആളുടെ ചിന്തയിൽ കുറെ തവളകൾ ഉള്ള ഒരു കുളമാണ് അറിയാൻ പാടില്ല. ഇപ്പുറത്ത് ചാടി അപ്പുറം ചാടി ഇപ്പുറത്ത്. ഈ ഒരു സാധനം നമുക്ക് നമ്മുടെ കൈ ലഭിച്ചിട്ട് നിങ്ങൾ വിശ്വസിച്ചില്ല എന്ന് കരുതി ദൈവത്തിന്റെ വിശ്വാസത്തിലേക്ക് ഒരു നാൾ നിൽക്കുന്നില്ല. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങണം. ആമേൻ. ഒരു സമയത്ത് നമുക്ക് വാട്സപ്പില് ഞായറാഴ്ച ഒരു ദിവസം 2 വാക്യം വരുന്നു. ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, 2 വാക്യം വരുന്നു. ഇപ്പൊ 2 വാക്യം വന്നില്ല. നമ്മൾ ആ ആളാവാനല്ല പോസ്റ്റ് ചെയ്യുന്നത്, അല്ലെ? ആളാകാൻ വേണ്ടിയിട്ടല്ല. പലപ്പോഴും ഞാൻ ആ സമയങ്ങളിലൊക്കെ ആ ഒരു ബലപ്പെടുത്തുന്ന വാക്യങ്ങളൊക്കെ കാണാറുണ്ട്. ഒരു വാക്യം കാണുമ്പോൾ അടുത്തൊരു വചനം മെസ്സേജ് എൻ്റെ ഉള്ളിൽ ഉരുണ്ടു വരും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ. ഒരു വചനമൊക്കെ കടന്നു വരുമ്പോൾ വചനം ധ്യാനിക്കാൻ നിൽക്കുമ്പോൾ ആ വചനത്തിൽ നിന്ന് ഒരു പോയിന്റ് ഈ സമാധാന പ്രിയൻ ഇന്ന് ബലചരം മനസ്സിലാവും. ആ സമയത്ത് വന്ന ഒരു പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നത് ആരാ സമാധാനപ്രിയൻ? ആരാ സമാധാനപ്രിയൻ? കർത്താവ് യേശു അല്ലേ? യേശു അല്ലേ നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നത്? ഓരോ ആ നിമിഷം തരുന്ന ലൈവായിട്ട് തരുന്ന ഓരോ കാര്യങ്ങൾ. ഇന്ന് അടുക്കളയിൽ ജോലി ചെയ്യുന്ന അമ്മച്ചിമാർക്ക് വരെ സാറ്റലൈറ്റിലേക്ക് മെസ്സേജ് അയക്കാനുള്ള ഫുൾ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട്. ഇല്ലേ? നമ്മുടെ എത്രയോ സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ ചെയ്യാൻ സാധിക്കും. നമ്മൾ എത്ര പേര് ചെയ്യുന്നുണ്ട്? ബാക്കിയുള്ളതിനെല്ലാം മക്കളെ വിളിക്കാനൊക്കെ വീഡിയോ കോൾ ചെയ്യാനൊക്കെ ആരും പറഞ്ഞു കൊടുക്കണ്ട. ആരും കൃത്യമായിട്ട് വീഡിയോ കോൾ ചെയ്യാനൊക്കെ അറിയാം. അവർക്ക് ടൈപ്പ് ചെയ്ത് മെസ്സേജ് വിടാൻ അറിയാം, ഒക്കെ അറിയാം, അല്ലേ? അവരൊക്കെ കൊച്ചുമക്കളെയൊക്കെ വിളിച്ച് ഇങ്ങനെ ഫോണാക്കി വെച്ചിരുന്ന് ഹായ് എന്നൊക്കെ പറഞ്ഞ് വർത്താനം പറയണം, അതൊക്കെ അവർക്ക് അറിയാം. പക്ഷെ ദൈവത്തിന്റെ വചനം മാത്രം വേറൊരു വ്യക്തിയും ഉപകാരപ്പെടുന്നത് ചെയ്യില്ല. ഞാനിങ്ങനെ ഒരാൾ ചെയ്താലോ അവൻ വീഡിയോ എടുത്ത് അവൻ ആളാകാൻ നോക്കുകയാണ്. അവൻ സംഭവം വലിയ സംഭവം യൂട്യൂബിലൊക്കെ ഇട്ട് പൈസ കിട്ടാൻ നോക്കാം. ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങൾ പറഞ്ഞ് ദൈവം നമ്മുടെ കയ്യിലേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം ചെയ്യാതെ നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാമോ? എങ്ങോട്ടാ പോകുന്നത്? പൊടി പണ്ടായിരുന്ന പോലെ പൊടിയിലേക്ക് തിരികെ ചെല്ലും. ആത്മാവോ അതിന് നൽകിയ ഊട്ടേവന്റെ അടുക്കിലേക്ക് ചെല്ലും. ആണ് മുകളിലോട്ട് ചെല്ലും. ചെന്ന് കഴിയുമ്പോ എത്ര ഫോൺ മേടിച്ചു? ആ ഫോണൊക്കെ അവിടെ നിരത്തി വെക്കും. ഇങ്ങനെ ചിലപ്പോ ഈ മേശട്ട് നിറയും ഫോൺ. അങ്ങനത്തെ ഫോൺ ഓരോ വർഷം ഓരോ ഫോണായിരിക്കും ഓരോരുത്തരും വരുന്നത്. അപ്പൊ ഓരോ വയസ്സ് വെച്ച് അത്രയും ഫോൺ ഒറ്റ അതിലൂടെ മെസ്സേജ് അറിയിച്ചിട്ടില്ല. ഒരു ദൈവത്തിന്റെ വചനം പോലും ഒരാളെ പോലും അറിയിച്ചിട്ടില്ല. ശിഷ്യന്മാര് പരിശുദ്ധാത്മ വെളിപ്പെടുത്തിയത് അവരെ എഴുതിയില്ല എങ്കിൽ ഇന്ന് നമ്മുടെ കയ്യിൽ പുസ്തകം ഉണ്ടാകും. ഈ സത്യവേദപുസ്തകം നമ്മുടെ കയ്യിൽ ലഭിക്കില്ലായിരുന്നു. അവരെ ഏൽപ്പിച്ച അരുളപ്പാട് അവര് ഭംഗിയായി നിറവേറി. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മൾ ശക്തിപ്പെടുന്നത്. ഈ വചനത്തോട് ബന്ധത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ വിടുതലും അതുമേലൊരു ജയമല്ല ലഭിക്കുന്നത്. അന്ന് അവരെ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തിയത് മടി കൂടാതെ അവർ വിശ്വസിച്ചു, അവരത് എഴുതി. ഇന്നത് വായിച്ച് നമ്മൾ അനുഗ്രഹം പ്രാപിക്കുന്നു, ശക്തി പ്രാപിക്കുന്നു. ആമേൻ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ സുമിത് പാസ്റ്റർ അല്ലെ ഇവിടെ പറഞ്ഞ ഒരു മെസ്സേജ് പോസ്റ്റ് ചെയ്തപ്പോൾ ദ്വീപിന്റെ അറ്റത്ത് ഒറ്റയ്ക്ക് നിന്നൊരു വ്യക്തി ആ നേരത്തെ അദ്ദേഹത്തിന് നെറ്റ് ഓൺ ആയപ്പോൾ ആ ഒരു മെസ്സേജ് കേട്ട് ബലം പ്രാപിച്ച സാക്ഷ്യം എന്ന നാടകത്ത് പറഞ്ഞില്ലേ? നമ്മളെന്താ അടങ്ങിയിരിക്കണേ? എന്താന്ന് ഓർത്ത് നമ്മളിരിക്കുന്നത്? നമ്മുടെ ഒരു വാക്ക് കിട്ടി, ഒരു ആശ്വാസം കിട്ടാൻ കാത്തു നിൽക്കുന്ന എത്ര ആളുകളുണ്ടാവുന്ന നിങ്ങളെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടോ? ഇവിടെ നിൽക്കുന്നവർ വേണ്ട സകല സൃഷ്ടികളോട് പിന്നെ എങ്ങനെ സുവിശേഷം പറയാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? അതൊന്നും പറഞ്ഞേ. ഇനി എങ്ങനെ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഈ ആയുസിന് നമ്മൾ ഓടിയെത്തുമോ? എല്ലായിടത്തും ഓടിയോ? സകല സൃഷ്ടികളോട് സുവിശേഷം പറയിക്കാൻ. ഞാൻ ഇന്നിവിടെ മലയാളത്തിൽ മെസ്സേജ് പറഞ്ഞ അറബിയിൽ കേൾക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. ഓർത്തോളണം. പൊട്ടക്കോളൊക്കെ വിട്ടിട്ട് പുറത്ത് വേറെ ലോകമാണെന്ന് ചിന്തിച്ചോളണം. നമ്മുടെ പാർലമെന്റില് ഇവിടെ ഒരേ MP-മാര് മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടോ? അവിടെ അടുത്തിരിക്കുന്നവർക്ക് മലയാളം തിരിച്ചറിയോ? അവർക്ക് മലയാളം തിരിച്ചറിയാൻ പറ്റും? ഇല്ല, അവർക്ക് മലയാളം അറിയില്ല. പക്ഷെ അവരിന്ന് കേൾക്കുമ്പോ ഞാൻ ആട്ടണതിന്റെ കാരണം എന്താ? ഈ സാധനങ്ങൾ കേൾക്കുമ്പോ ഇപ്പൊ നമ്മുടെ മലയാളത്തിൽ പറയുമ്പോ അവന് ഉറുദു ആണെങ്കിൽ ഉറുദു, കന്നഡ ആണെങ്കിൽ കന്നഡ, തമിഴാണെങ്കിൽ തമിഴ്, ആ ഭാഷയിൽ അവൻ കേട്ടുകൊണ്ടിരിക്കുക. ഇനി നമുക്ക് സകല സൃഷ്ടിയോട് സൂചന അറിയിക്കാൻ വേറെ ഇനി എന്തെങ്കിലും അവസരം വേറെ ഒരുക്കി തരണോ? ഇനി എന്തെങ്കിലും വേണോ? വേറെ എന്തെങ്കിലും? ഇന്ന് ഞാൻ ഇവിടെ നിന്ന് ഈ പറയുന്ന മെസ്സേജ് അവതാത് ഭാഷയിൽ കേൾക്കാനുള്ള സാഹചര്യം ഇന്ന് ഭൂമിയിൽ നിലവിലുണ്ട്.
ലഭിച്ച അവസരം പാഴാക്കി കളഞ്ഞിട്ട് നാം ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം കുറ്റക്കാരായി തീരുകയല്ലേ? യഹൂദന്മാരെ പോലെ നമ്മളും കുറ്റക്കാരാകല്ലേ? അതാണ് നമുക്ക് വേണ്ടത്. ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടത് എന്തിനു വേണ്ടിയാ? ദൈവത്തിന് വേണ്ടിയിട്ടല്ലേ. ഇനി ജീവിക്കുന്നതോ എനിക്ക് വേണ്ടിയിട്ടല്ല എന്നൊക്കെ പറയുന്നത് അല്ലെ? അങ്ങനെ തന്നെയല്ലേ പറയുന്നത്? ഇനി ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി, മരിച്ചാലോ ലാഭം, ഞാൻ ക്രിസ്തുവിനോട് കൂടിയായി. ആ ഒരു വിശ്വാസമുള്ള ദൈവമക്കളാണ് നമ്മൾ ഓരോരുത്തരും. ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങള് എന്താണ് ലിജോന്റെ വീട്ടിൽ ചെന്ന സമയത്ത് പെട്ടെന്ന് ഒരു പാട്ടൊക്കെ പാടി പ്രാർത്ഥിച്ച് ആ ഒരു അനുഭവത്തിൽ ഞങ്ങൾ കയറി ചെല്ലുന്നത്. അപ്പൊ ബൈബിൾ എടുത്ത് നോക്കി. അപ്പൊ ബൈബിൾ നമ്മൾ ആ വീടിനകത്തിരുന്ന പ്രാർത്ഥിക്കുന്ന ആ ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ, ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്ത് നിങ്ങൾ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കണേ? സ്വർഗത്തിലെ ദൂതന്മാരിറങ്ങി വരും. ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്ന ആ ഒരു വിഷയത്തിന് നടുവിൽ, അതിന്റെ നടുവിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അതിന്റെ അപ്പുറം ഇപ്പുറയൊക്കെ എന്താണ് പാട്ടും മറ്റു അവരുടേതായ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനകത്തിരുന്ന് ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ, വീടിനകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു സ്പോട്ടിൽ ദൈവിക സാന്നിധ്യമാണ് വെളിപ്പെടുകയാണ്. ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ അവിടെ അശുദ്ധിക്ക് സ്ഥാനമില്ല. അശുദ്ധി അങ്ങ് മാറിപ്പോകും. നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നമ്മൾ ചെയ്യാതിരുന്നാൽ അതിന്മേൽ നമുക്ക് ജയം കൊടുക്കാൻ സാധിക്കും. നമ്മൾ വിശ്വസിക്കാത്തതുകൊണ്ടല്ലേ ചെയ്യാത്തത്, അല്ലേ? ഞായറാഴ്ച വരുമ്പോ മാത്രം ബൈബിളിൽ ഇങ്ങനെ ആ ഓയില് തലത്തുത്ത ഓയിൽ തൂത്ത് വെളുപ്പിച്ചു വന്നെ. ഇത് നമ്മളോട് ദൈവത്തിന്റെ വചനം എന്താ പറഞ്ഞേ? എന്നോട് നിങ്ങളോട് എല്ലാം ദൈവത്തിന്റെ വചനം, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസത്തിന്റെ ഇരിപ്പിടത്തിൽ. പിന്നെ നമ്മളോട് എന്താ പറഞ്ഞത്? ഇതിങ്ങനെ വൃത്തിയായിട്ട് തുടച്ചുകൊണ്ട് വരാനാണോ പറഞ്ഞത്? പൊടി കുറെ ദിവസം ഇങ്ങനെ മേശപ്പുറത്ത് ഇരിക്കുമ്പോ പൊടിയാവുമല്ലോ, പൊടി തുടച്ചിട്ട് വരാനാണോ പറഞ്ഞത്? എന്നാ നമ്മളോട് പറഞ്ഞേ? യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ആണോ? രാപ്പകൽ ധ്യാനിക്കാൻ സാധിക്കുന്നുണ്ടോ നമുക്ക്? അപ്പൊ നമ്മൾ പറയും ജോലി തിരക്കായതുകൊണ്ട് പറ്റുന്നില്ല, വായിക്കാനൊക്കെ നേരം കിട്ടുന്നില്ല. ഫോൺ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന സാധനത്തിന്, ഈ ചെവിയിൽ വെക്കുന്ന സാധനത്തിന് ഇങ്ങനെ വയറില്ലാതെ വെക്കുന്നത് ഹെഡ്സെറ്റ്, ഇയർബഡ്സ് അല്ലേ? അത് വയറൊന്നുമില്ല, വെറുതെ അവിടെ വെച്ചാൽ മതി. വോയിസ് ബൈബിൾ കേട്ടോ? വോയിസ് ബൈബിള് അല്ലേ? ആരെയും ശല്യമില്ലാണ്ട് ഒരു ചെവിയിൽ മാത്രം വെച്ചു, ഒരു ചെവി ഒഴിവാക്കിയിട്ട് വചനം കേട്ട് ധ്യാനിക്കാൻ പറ്റൂല. നമ്മളെന്താ ചെയ്യാത്തത്? ചെയ്യുന്നവരുണ്ടെങ്കിൽ കേട്ടോ അത് സ്തോത്രം, ദൈവത്തിന് മാത്രമായിട്ട് ചെയ്യുന്നൊരു സ്തോത്രം. അത് ദൈവം അതിന് തക്കതായ പ്രതിഫലം തരും. ഈ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്താൽ അനുഗ്രഹിക്കപ്പെടും. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുക, അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാനാണ്. നമുക്ക് ചിലപ്പോ ഇത് വായിക്കുമ്പോ ചിലപ്പോ ഒന്നും മനസ്സിലായില്ലെന്ന് വന്നേക്കാതെ, വെളിപ്പെടാതെ ഞാനിങ്ങനെ വെറുതെ വായിച്ചു പോകുന്ന വന്നേക്കാം. പക്ഷെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഇത് വായിക്കുന്തോറും നമ്മുടെ ഉള്ളിലെ അഴുക്കുകൾ എന്ത് ചെയ്യും? നീങ്ങി വചനം നമ്മെ ശുദ്ധീകരിക്കും. ഞാൻ പണ്ട് നമ്മുടെ MM മലീസ് പാസ്റ്റർ ഒരു അമ്മച്ചിയെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അമ്മച്ചിക്ക് ബൈബിൾ വായിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല എന്ന്. അമ്മച്ചി എന്നും വായിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ല എന്ന്. അപ്പൊ പാസ്റ്റർ ഒരു കാര്യം പറഞ്ഞു. തൊട്ടടുത്തൊരു കനാലുണ്ട്, നമ്മുടെ കൊട്ടയുണ്ടല്ലോ, ഈ പൻകൊണ്ട് നെയ്യുന്ന കൊട്ട. ആ കൊട്ട ചാണകം കൊണ്ട് മെഴുകുക, ചാണകം കൊണ്ട് ആ കൊട്ട ഇങ്ങനെ മെഴുതാക്കി വെക്കുക. അതെന്നെ വെയിലത്ത് വെച്ച് ഉണക്കുക. അപ്പൊ എന്ത് ചെയ്യും? അതിൽ വെള്ളം പിടിച്ചാൽ എന്ത് ചെയ്യും? പെട്ടെന്ന് ചോരൂല. അപ്പൊ അമ്മച്ചി കനാലിൽ നിന്ന് വെള്ളം കൊട്ടയിൽ ചുമന്നിട്ട് വീണ്ടും വരെ എത്തുമ്പോഴേക്കും വെള്ളം പോയി. അങ്ങനെ ഒരാഴ്ചയിൽ പല പ്രാവശ്യം ചെയ്യുക. എന്നിട്ട് ഞായറാഴ്ച വരുമ്പോ എന്നെ കാണണം തോന്നും. അപ്പൊ അമ്മച്ചി എല്ലാം വീട്ടിലെത്തുമ്പോഴേക്കും വെള്ളം തീരും. അമ്മച്ചി ഉദ്ദേശിച്ച പാത്രത്തിലേക്ക് വെള്ളം എത്തിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പല പ്രാവശ്യം പിന്നെ സ്പീഡിലായി പെട്ടെന്ന് കൊണ്ടുവന്ന് ഒഴിക്കാനൊക്കെ തുടങ്ങി. പല പ്രാവശ്യം ചാണകം നനഞ്ഞ് കുതിർന്ന് ഈ കൊട്ട വെളുത്ത് പഴയതുപോലെയായി. അപ്പൊ അമ്മച്ചിയോട് പാസ്റ്റർ എന്ന് പറഞ്ഞു, ആ കൊട്ടയിലെ ചാണകം എല്ലാം പോയി, വെള്ളം എത്തിക്കാനും പറ്റില്ല, കൊട്ട പഴയതുപോലെ വെളുത്തിരിക്കുന്നു. ഈ കൊട്ടയിൽ പൂശിയ ചാണകം ഈ വെള്ളം കഴുകി കളഞ്ഞു എന്നതുപോലെ നമ്മളിത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ ഇളകി മാറിപ്പോകും. വചനം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കത്തും, അല്ലേ? ഉള്ളിൽ കത്തും, കുറ്റബോധം തോന്നും. ചിലപ്പോൾ സങ്കടം വരും, അല്ലേ? സങ്കടം വരും.
കർത്താവേ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറിയാതെ നിലവിളിക്കും, ഒച്ചത്തിൽ സ്തോത്രം പറയും അല്ലേ? അതൊക്കെ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ ഉള്ളിലെ മനുഷ്യൻ തുള്ളുകയാണ്, സന്തോഷിക്കുകയാണ്. ഉള്ളിലെ മനുഷ്യനെ കൊന്നൊന്ന് അനക്കിയ ഒന്ന് അവിടെ ഇരിപ്പുണ്ടോ എന്ന് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു പുറത്തെ മനുഷ്യൻ മാത്രം ഇങ്ങനെ പ്രൗഢിയോടുകൂടി നടക്കാതെ ഉള്ളിലെ മനുഷ്യനും കൂടി എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുക്കണം. അത് ഈ ആത്മീയ ഭക്ഷണമല്ലാതെ വേറെ എന്താ കൊടുക്കാനുള്ളത്? അത് കൊടുത്തിരിക്കണം. അത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു ദൈവവേദൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഇത് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വമാണല്ലേ? എന്നെ കേൾക്കുന്ന പ്രിയരെ, അതുപോലെ തന്നെ ഇത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു മെസ്സേജൊക്കെ തെളിഞ്ഞു വരും. അപ്പൊ പതിവില്ലാതെ ഒരു ദിവസം നമ്മുടെ അമ്മച്ചി എനിക്ക് മെസ്സേജ് പറഞ്ഞിട്ടുണ്ടോ? സാക്ഷ്യം പറയുന്നത് ഒരു മെസ്സേജ് പറഞ്ഞിട്ടുണ്ടോ? അതുപോലെ മെസ്സേജൊക്കെ വരും. യൂത്ത് മീറ്റിങ്ങിന് അതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. വായിക്കുന്നവർക്കല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലേ? വായിക്കുന്നവർക്കല്ലേ പറയാൻ പറ്റുള്ളൂ. ഇത് വായിക്കാൻ ധ്യാനിക്കാൻ ചെയ്യാത്തവർ എന്ത് പറയും? വല്ല സംസാരിക്കാൻ പറ്റുമോ? സംസാരിക്കാൻ പറ്റും. ഇന്ന് തന്നെ നമ്മൾ ആ സങ്കീർത്തനം വായിച്ച് ദാസൻ ആ അനുഭവത്തിലൂടെ കടന്നുപോയത് നമ്മളോട് പങ്കുവച്ചില്ലേ? ആ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത് ഇതുപോലെ പെടപ്പെടാൻ പറ്റുമോ? നമ്മളെന്താ സ്വയത്തിലേക്ക് എന്നാൽ എനിക്കിങ്ങനെ വന്നല്ലോ എന്ന് പറഞ്ഞ് നിരാശയിലേ വരുള്ളൂ. പക്ഷെ ആ വചനത്തിന് മുന്നിൽ ശക്തിപ്പെടാൻ സാധിച്ചില്ലേ? ആമേൻ. എന്നെ കേൾക്കുന്ന പറയുമ്പോൾ ഈ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയെയും ദൈവത്തിന്റെ കൂടെ ദൈവം ഇരിക്കും. അത് വായിക്കുമ്പോൾ മറ്റുള്ളവർക്ക് പ്രബോധനമായി തീരുവാൻ ഉത്സാഹം ഉണ്ടാകും. പ്രബോധിപ്പിക്കാൻ ഉത്സാഹം ഉണ്ടാകില്ലേ? സഹോദരിമാരുടെ മീറ്റിങ്ങിന് മെസ്സേജ് പറഞ്ഞു പറയുമ്പോൾ ബൈബിൾ വായിക്കാതെ സഹോദരിമാരുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കുമോ? മെസ്സേജ് പറയാൻ തയ്യാറാകുന്ന സഹോദരിമാര് വായിച്ച് ധ്യാനിച്ചാണ് കടന്നു വരുന്നത്. എന്നിട്ട് ഒരുങ്ങും, അതിനുവേണ്ടി ഒരുങ്ങും. സഹോദരന്മാരും അതുപോലെ തന്നെ ഇവിടെ കടന്നു വരുന്ന ദേവദാസന്മാരും അങ്ങനെ തന്നെ. ദൈവത്തിന്റെ വചനം വായിക്കാൻ ധ്യാനിക്കാൻ ചെയ്യാതെ എങ്ങനെയാ വിളമ്പുന്നേ? ഇത് ആരെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നേ? നമ്മുടെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം നമുക്ക് വേണം. നമ്മുടെ വീടിന്റെ അടുത്ത് എത്ര ആളുകൾ നമ്മുടെ ചുറ്റുപാട് താമസിക്കുന്നുണ്ട്. ആ വ്യക്തികളോട് നമ്മൾ ഭൂമിയിലുള്ള സമയത്ത് അവരോട് സുവിശേഷം അറിയിച്ചിരിക്കണം. കർത്താവ് നമ്മളോട് പറഞ്ഞ സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കാനാണ്. സുവിശേഷം പ്രസംഗിക്കാനാണ്. നിങ്ങളുടെ എല്ലാവരും ഫോണില് യൂട്യൂബില് അതിനുള്ള ഓപ്ഷനില് മെസ്സേജ് പോസ്റ്റ് ചെയ്യാനുള്ളത്. ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന സ്വന്തം ഫോട്ടോ ഇട്ട് ലൈക്ക് മേടിച്ചല്ലേ ഒക്കെ പോണത്. ഇതിനൊന്നും ലൈക്കൊന്നും കിട്ടൂലെന്നേ. ചിലപ്പോൾ ആരും ലൈക്കും ചെയ്യുന്നില്ല, പക്ഷെ വ്യൂസ് ഉണ്ടാവും. അത് കണ്ടതുണ്ടാവും. 1, 2, എത്ര പേര്? 10 പേര് കണ്ട് 10 പേര് നിങ്ങൾ ഇട്ട വചനം കണ്ടു തന്നെ. എന്താ ഉപയോഗിക്കാത്തത്? ഇത് എന്തിനാണ് ഈ സാധനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാ? ദൈവം നമുക്ക് ആരോഗ്യം ബലം തന്നുകൊണ്ടല്ലേ ജോലി ചെയ്ത് 35,000 രൂപയുടെ ഫോൺ മേടിക്കാൻ പറ്റിയത് അല്ലേ? എന്നിട്ട് ആ ഫോണിലൂടെ ഒരു പോസ്റ്റ് കർത്താവിന് മഹത്വം അർപ്പിച്ച് ഒരു സാക്ഷ്യം, ഞാൻ ഇങ്ങനെയായിരുന്നു. ഫേസ്ബുക്കിൽ നമ്മുടെ കുടുംബക്കാരെ എല്ലാവരും ഉണ്ടാവും. പണ്ട് ഞങ്ങൾ ഇങ്ങനെ നടന്ന ഒരു അനുഭവങ്ങളും ദൈവത്തെ അയാൾ പോയതൊക്കെ ഒരു സാക്ഷിയൊക്കെ പറഞ്ഞ് ഇട്ടു നോക്കി. ഞാൻ മൈ ടെസ്റ്റ് മണി എന്നൊക്കെ ഇംഗ്ലീഷിലൊക്കെ എഴുതി അങ്ങോട്ട് വിട്, എൻ്റെ അനുഭവ സാക്ഷി എന്നൊക്കെ പറഞ്ഞ് ചെയ്യുമോ നമ്മള്? നമുക്കത് കുറച്ചില്ല. പ്രസ്റ്റീജ് തീ പോയി കിടക്കണേ വേണമല്ലോ. പ്രസ്റ്റീജ് അല്ലേ? നേരെ ദൈവത്തിന്റെ അടുക്കലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവം ഏൽപ്പിച്ച് ഉത്തരവാദിത്തം ഏൽപ്പിക്കാതിരുന്ന പിന്നെ എന്താ വിളിക്കുന്നത്? താലന്ത് ഏൽപ്പിച്ചിട്ട് ഒരു താലന്തോട് കുഴിച്ചിട്ടിട്ട് അവൻ എന്തോ വിളിച്ചത്? എന്താ അവനെ വിളിച്ചത്? ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. വ്യാപാരം ചെയ്യുന്നത് വ്യാപാരം ചെയ്യണം. അത് ആരൊക്കെ ഗുണം വരുന്നത്? നമ്മൾ വ്യാപാരം ചെയ്താൽ യജമാനല്ലേ മെച്ചമുള്ളത്. അപ്പൊ നമ്മുടെ കമ്പനിയിൽ ജോലിക്ക് തിരി എപ്പോ നോക്കിയാലും ഫോൺ തോണ്ടിക്കൊണ്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന മുതലാളി എന്ത് പറയും? മുതലാളിക്ക് ഇഷ്ടപ്പെടുവോ? നമ്മളവിടെ ജോലി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ജോലി ചെയ്യണം. ആ ജോലി ചെയ്താൽ അതിന് ശമ്പളം കിട്ടും. 5-ാം തീയതി ആകുമ്പോൾ കൃത്യമായിട്ട് ശമ്പളത്തിന് മുന്നിലേക്ക് ചെല്ലരുത്. ശമ്പളം എന്ന് പറഞ്ഞത് പണി എടുത്തിട്ട് വേണ്ടി ജോലി ചെയ്തിട്ട് ശമ്പളമാണ്. അപ്പോഴല്ലേ തരുന്ന യജമാനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. നീ ഇത്ര നാൾ ചെയ്തതിനെ റിസൾട്ടുകൾ എടുത്തതെന്ന് പറയുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞാല് എന്തുകൊണ്ട് ജോലി? ഇപ്പൊ എന്ത് മനുഷ്യനാണ് ആ ശമ്പളം വാങ്ങാൻ കരുതിയിട്ടുള്ളത് അല്ലേ? ഇത്ര വർഷം നിന്ന് ഇപ്പൊ വിശ്വാസത്തിൽ വന്നിട്ട് എത്ര വർഷമായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എന്നോട് ഇപ്പൊ എനിക്ക് 41 വയസ്സ്, ഏകദേശം എനിക്ക് എന്റെ കണക്കനുസരിച്ച് 38ാമത്തെ വയസ്സ് പോലെയാണ് കർത്താവ് പറഞ്ഞത്. ഈ 38 വർഷം കൊണ്ട് ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ ഇന്നും ഒരു കുടുംബത്തെങ്കിലും നേടാൻ സാധിച്ചത്, ഒരു കുടുംബത്തെങ്കിലും. പക്ഷെ നമ്മൾ സുവിശേഷം അറിയാൻ തയ്യാറാണ്. ഞാൻ മുഖാന്തരം അയർലൻഡിലെ കുടുംബം രക്ഷിക്കപ്പെടാൻ ഇടയായിട്ടുണ്ട്. സുവിശേഷം കേൾക്കണം. ലണ്ടനിൽ ഇരിക്കുന്ന ഒരു ഞാൻ പറഞ്ഞു മുഖാന്തരം കേട്ടോളണം.
അതുപോലെ ആഫ്രിക്കയിൽ ഇരിക്കുന്ന അവരുടെ ഭാഷയില് ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കണം മലയാളം അവർ കേട്ടോളണം. എല്ലാ അവസരമുണ്ട്, എല്ലാ സജ്ജീകരണവും ഉണ്ട് ഇന്ന്. ഇനി നമ്മൾ ഇതൊക്കെ കൊണ്ടു നടക്കുക, ഫോണൊക്കെ കൊണ്ടു നടന്ന് അവന് യൂട്യൂബിലൊക്കെ ഇട്ടു പുള്ളി വലിയ സംഭവമായി, വലിയ സംഭവം തന്നെയാ. നീ കാണുന്ന വലിയ സംഭവമായിട്ട് നിൽക്കും. ഈ നാവോട്ട് പറയുമ്പോൾ ഒരു മടി പോലും ഇല്ലല്ലോ, സംഭവമാകാൻ തന്നെയാ പോകുന്നേ. വേല ചെയ്യുന്നവൻ കൂലിക്ക് അർഹനാ. സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കണമെന്ന് ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പക്കൽ അരുളപ്പാട് തന്നിട്ടുണ്ടെങ്കിൽ നാം അത് ചെയ്തിരിക്കണം. അത് ചെയ്യാതെ നാം വേറെ എന്ത് ചെയ്താലും അത് ദൈവം നമ്മളിൽ പ്രസാദിക്കുന്ന കാര്യമല്ല. ഇപ്പോഴും ഒരു വിശ്വാസമായത് പരിണമിക്കുന്നില്ല എങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് എന്താണ് നമുക്ക് ആദ്യം വേണ്ടത്? യേശു പറഞ്ഞ ശിഷ്യന്മാരോട് പറഞ്ഞ സംഭവം എന്താ? നിങ്ങൾ യെരൂശലേമിൽ വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ഇതാ വേണ്ടത്, കാത്തിരുന്നോളണം. അപ്പൊ നമ്മളിപ്പോ ചിന്തിക്കും, ഇപ്പൊ എത്രയും നാളെ നേരം ഞാൻ പാടുകയും ചെയ്തു, ആരാധിക്കുകയും ചെയ്തു, ഞങ്ങൾ സ്തോത്രം പറയും, സൂചിക്കുകയും ചെയ്തു. ചിന്തിച്ചോ, ഏതായിട്ടുള്ള പാടാ കിട്ടിയെന്ന്, എവിടെ ഇപ്പൊ പ്രാപിച്ചെന്ന് ചിന്തിച്ചോ? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ യേശു എന്താ പറഞ്ഞേ? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ നിങ്ങൾ സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കും, വഴി നടത്തും. ഓക്കെ, അത് ഒരു വശത്ത്. ഇനി അടുത്തത് പറഞ്ഞോ, പരിശുദ്ധ സകല സൃഷ്ടികളോട് സുവിശേഷം പറയും. പരിശുദ്ധാത്മാവ് നമ്മളെ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിച്ചാൽ, യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, സകല സൃഷ്ടികളോട് സുവിശേഷം പറയണം. ആദ്യം ബെത്ലഹേമിലും, പിന്നെ യഹൂദിയിലും, ശമരിയിലും, ഭൂമിയിലെ അറ്റത്തോളം എന്റെ സാക്ഷിയാണ്. സാധിക്കുന്നുണ്ടോ? ഭൂമിയുടെ അറ്റത്തോളം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത വ്യക്തിക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്താൻ സാധിക്കില്ല. അവരുടെ ഫേസ്ബുക്കിലും, അവരുടെ യൂട്യൂബിലും, അവരുടെ വാട്സാപ്പിലും കൂളിംഗ് ഗ്ലാസും വെച്ച് അവനവന്റെ കുടുംബത്തിലെ ഫോട്ടോ എല്ലാവരും കൂടെ 300-350K ഇത്രയും പേര് ആൾക്കാർ എന്റെ ഫാമിലി ഫോട്ടോയിൽ ലൈക്ക് ചെയ്തു. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ നമ്മൾ എഴുതുന്ന പോസ്റ്റ് മാറി കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതിന്റെ അടിയിൽ കമന്റ്, ഇവന് വേറെ പണിയൊന്നുമില്ലേ, ഇവന് വട്ടായോ, പിന്നെ കമന്റാ. അതിന്റെ ഇടയിൽ സമാധാന പ്രിയന്മാർ എന്ത് എഴുതും? സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ദൈവത്തിന് മഹത്വം. ഒരു കൂട്ടം ആളുകൾ പരിഹസിക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾ കർത്താവിന് മഹത്വം അർപ്പിക്കും. ഈ മഹത്വം അർപ്പിക്കുന്ന ആളുകൾ ചുരുക്കം ഉണ്ടാകുകയുള്ളൂ. ഇന്ന് ഞാനൊരു പോസ്റ്റ് ഇന്ന് ഫേസ്ബുക്ക് എടുത്തിട്ട് ഞാൻ ഇന്ന് മെസ്സേജ് ഒക്കെ പറഞ്ഞപ്പോൾ ഉള്ളിലൊരു ചിന്ത വന്നു. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ഒരു മെസ്സേജ് ഞാൻ തയ്യാറാക്കും, എന്റെ അനുഭവസാക്ഷി ഞാൻ പറയും എന്ന് പറഞ്ഞത് ബെഹനാൻ അത് പോസ്റ്റ് ചെയ്തു. ബെഹനാൻ KK എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ കുത്തി അടിക്കുമ്പോൾ ബെഹനാൻ ഞാൻ വീട്ടിൽ നിന്ന് പോസ്റ്റ് ചെയ്തത് എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് കാണാം പറ്റുമോ? ചെയ്തില്ലെങ്കിലോ? കിട്ടുമോ എനിക്ക്? അങ്ങനെ ബെഹനാൻ KK വന്നില്ല, ബെഹനാൻ KK സർച്ച് വന്നില്ല, ഇതിങ്ങനെ കറങ്ങി, നോ റിസൾട്ട്, വന്നില്ല. ഞാൻ മാനേജറിനെ എനിക്കറിയാം, മാനേജറിനെ പേര് പറഞ്ഞാൽ എനിക്ക് പേടിക്കുന്ന, ധൈര്യമായിട്ട് പറയാം. അതൊരു സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് ഞാൻ എല്ലാവർക്കും നമ്മൾ ആ പറയുന്ന സെൻസിൽ എടുക്കാൻ പറ്റിയില്ല. ചിലപ്പോൾ വിഷയം സംഗതിയൊക്കെ ആ മാറിപ്പോകും, പിന്നെ എല്ലാം പിടിവിട്ടു. പിന്നെ അയ്യോ ഞാൻ അതെല്ലാം ഉദ്ദേശിച്ചത് പറഞ്ഞു നടക്കേണ്ടി വരും. അതുകൊണ്ടാണ് ചില പേരുടെ പേര് മാത്രം എടുത്തു വരുന്നത്. അതാത് സെൻസിൽ എടുക്കാൻ സാധിക്കുമെന്ന് ഒരു ഉറപ്പുള്ളതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം. ഇന്ന് നമ്മുടെ ഈ മെസ്സേജ് പാസ്റ്റർ എൽദോ യാക്കോബ് എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ മെസ്സേജ് വന്നിരിക്കും, ഫോണിൽ വന്നിരിക്കും. എന്നെ പരിഹസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പച്ചോ എന്നെ പരിഹസിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്തോ സംഭവത്തിന് വേണ്ടിയിട്ടാണ്, എന്തൊക്കെയാണ് വേണ്ടിയിട്ട്. ഒന്നും കിട്ടുന്നൊന്നുമില്ല. പക്ഷെ എല്ലാം ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിച്ചുകൊണ്ടിരിക്കും. കേൾക്കുന്നുണ്ടോ? സുവിശേഷം കേൾക്കുന്നുണ്ടോ? തമിഴ്നാട്ടിലുള്ളവർ തമിഴിൽ കേൾക്കും. തമിഴിൽ എന്നെ കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ തമിഴ് സംസാരിക്കണം എന്നോട് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇതൊക്കെ കേട്ടിട്ട് സംസാരിക്കണം. ഇന്നലെ ഞങ്ങൾ ഒരു ദിവസം, ഇന്നലെ അല്ലേ വാട്സപ്പിൽ ഒരു കൺവെൻഷൻ ഞാൻ നിൽക്കുന്ന ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആരാധിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്റെ ഫോട്ടോ വട്ടത്തിലിട്ടിട്ട്, ഇത് നിങ്ങളല്ലേ, നിങ്ങളെ പോലെ ഇരിക്കുന്നുള്ളൂ. കൺവെൻഷൻ പോയതുകൊണ്ടല്ലേ, ഞാൻ വീട്ടിലിരുന്നിട്ട് പൊടിയും കൂട്ടുണ്ടാക്കി ഇരുന്നാലോ? പോയതുകൊണ്ടല്ലേ അല്ലേ?
മക്കളെ ഒരു പരമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അവിടെയൊക്കെ പോയ കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മുടെ ഒരു ഉത്തരവാദിത്തം പരമേൽപ്പിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പുറത്തൊന്നുമില്ല, ഞായറാഴ്ച മാത്രം ആരാധിക്കുന്നു, അത് കഴിഞ്ഞ് പിന്നെ ഒന്നിനും പോവില്ല, അതൊന്നല്ല. കേരളത്തിലൊക്കെ അങ്ങോട്ട് ഇറങ്ങണം. എന്നൊക്കെ ഇറങ്ങി തിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം നമ്മളിൽ പ്രസാദിക്കാൻ തുടങ്ങും. നമ്മളെ മുഖാന്തരമായി ഒരു കുടുംബമെങ്കിലും നമ്മൾ കയറി വരണ്ടേ, അല്ലേ? അതല്ലേ വേണ്ടേ? ഒരു കുടുംബമെങ്കിലും കയറി വരണ്ടേ. നമ്മൾ മാത്രം ഇങ്ങനെ വന്നാൽ മാത്രം മതിയോ? അല്ല. എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് എല്ലാം കൊണ്ടും തൃപ്തിയായി, ഞാൻ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനി അടുത്ത ഞായറാഴ്ച മുതൽ പാസ് നോക്കിക്കോ, വാക്യങ്ങളൊക്കെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഒക്കെ വാക്യങ്ങളായിരിക്കും വരുന്നത്. പാസ് നോക്കിക്കോ, ഞാൻ കാര്യങ്ങളൊക്കെ മനസ്സിലായി. മതി എന്നാണ് എല്ലാവരും പുറത്തു നോക്കിയാൽ മനസ്സിലാക്കുന്നത്. ദൈവം സഹായിക്കും. അങ്ങനെ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ഒരുപാട് ചിന്തകൾ കടന്നു വരുന്നുണ്ട്. അതിന് ഒരു വാക്യം വായിക്കാം. റോമലേഖനം 10:16 വാക്യം. റോമർ 10:16. എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല. കർത്താവെ ഞങ്ങൾ കോപിപ്പിച്ചത് ആർ വിശ്വസിച്ചു, കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു എന്ന് യെശയ്യാവ് പറയുന്നുവല്ലോ. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. നോക്കിയേ, ഇവിടെ പറയുകയാണ്, എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചില്ല. സുവിശേഷം എല്ലാവരും അനുസരിച്ചില്ല. കർത്താവെ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു. ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇവിടെ നിന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ ചിലപ്പോൾ ഇതത്ര വീക്ഷിച്ചു എന്ന് വരില്ല. ഈ കാണുന്നതും കേൾക്കുന്ന എല്ലാം പുറമെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മുടെ എത്ര പേര് കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. അതിനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടല്ലോ. എനിക്കെല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. എന്നോട് പറയും, അവിടെ നിന്ന് കണ്ടണേ, ഇവിടെ നിന്ന് കണ്ടണേ, പുറമേ നിന്നൊക്കെ അതൊക്കെ നോക്കാൻ എനിക്കറിയില്ല. പക്ഷെ അവനറിയാം ഇത് എവിടെ നിന്നൊക്കെ കേട്ട്. എല്ലാ ദിവസം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. നമ്മൾ പിന്നെ 18 വയസ്സ് മുതൽ 30 വയസ്സ് മുതൽ അങ്ങനെ പ്രായത്തിന്റെ റേഞ്ച് വരെ കാണിക്കും. എല്ലാ ഓപ്ഷനും ഉണ്ട്. നമ്മളത് ഒന്നും അറിയുന്നില്ല. പാസ്റ്റ് അവിടെ നിന്ന് എന്തൊക്കെയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇത് ആരൊക്കെയോ കേൾക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇത് ആര് കേൾപ്പിച്ചു, ആര് വിശ്വസിച്ചു എന്ന് യെശയ്യാവ് പറയുന്നല്ലോ. ആകയാൽ വിശ്വാസം കേൾവിയാലും. അപ്പൊ വിശ്വാസമുള്ള ഒരു വ്യക്തി അത് കേൾക്കുമ്പോൾ ഏറ്റെടുക്കും. കേൾവിയാലും, പിന്നെ കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അപ്പോ ഇത് കേൾക്കുന്ന ആളുകൾ, ഇവിടെ നിന്ന് നമ്മുടെ ദൈവത്തിന്റെ വചനം പോസ്റ്റ് ചെയ്യുമ്പോൾ അത് കേൾക്കുന്ന ആളുകൾ ക്രിസ്തുവിന്റെ വചനത്താൽ വരുന്നു. അവിടെ തൊട്ടു താഴെ പാസ്റ്റർ എന്തോ യാക്കോബ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും, അല്ലെ? അത് എഴുതി വെച്ചാൽ എന്തോന്റെ വചനമാണെന്നാണോ പറയണേ? ഈ വചനം കേട്ട് സ്തോത്രം പറഞ്ഞ എന്തിനു വേണ്ടിയിട്ടാ? ഈ വചനം കേട്ട് സ്തോത്രം പറഞ്ഞ എന്തിനു വേണ്ടിയിട്ടാ? ദൈവത്തിന്റെ വചനമായി വരുന്നുകൊണ്ടാ. ദൈവത്തിന്റെ വചനമായി വരുന്നുകൊണ്ടാ. അപ്പോ ഈ ദൈവത്തിന്റെ വചനമായി കടന്നു വരുമ്പോൾ ആമേൻ, അത് നമ്മൾ ഒരിക്കലും തടുത്തു വെക്കരുത്. ഞാനിപ്പോ കൊച്ചിനൊക്കെ സംസാരിച്ചപ്പോ എന്നോട് കഴിഞ്ഞ ദിവസം എന്റെ കൊച്ചപ്പന്റെ ഇത് കേൾക്കും. അപ്പൊ കൊച്ചപ്പന്റെ വീട്ടിൽ ചെന്നപ്പോ മൂത്ത മോന്റെ കല്യാണത്തിന്റെ നിശ്ചയമാണ്. പേരൊന്നും പറയണം, പേരൊക്കെ തന്നെ എല്ലാം കേൾക്കുമല്ലോ, അതാ സംഭവം. അപ്പോ എന്നോട് പറയാം, നീ എന്തിനാ ഒച്ചയില് പറയണേ? പയ്യ പറഞ്ഞ പോരെ, എന്തോ ഒച്ചപ്പെട്ടത് നീ പറയണേ. ഞാൻ പറഞ്ഞു, പയ്യ പറയണത് പയ്യ പറയണം, ചിരിച്ചു പറയണത് ചിരിച്ചു പറയണം, ഗൗരവത്തോടെ പറയണത് ഈ ദൈവത്തിന്റെ വചനം ചിരിച്ചടിച്ച് പറയാനുള്ളതാണ്. ഗൗരവത്തോടെ പറയുന്നത് ഗൗരവത്തോടെ പറയണം, എന്നാലേ ചിലർക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ കൊച്ചപ്പന് ഭയങ്കര വിഷമത്തോടുകൂടി പറയും. അപ്പൊ അത് ചില നേരത്തെ അപ്പൊ തന്നെ വിളിച്ചാലോ എന്നൊക്കെ തോന്നുന്നു. അപ്പൊ അത് കേൾക്കുന്നുണ്ട്. എനിക്കത് മതി. അന്നത്തെ അവിടെ ഇരിക്കുന്നവര് വന്നു, അവരൊക്കെ വന്നു, പെണ്ണിന്റെ വീട്ടുകാരൊക്കെ വന്നു. അപ്പൊ കൊച്ചപ്പൻ, നമ്മുടെ ചേട്ടന്റെ മോനെ ആള് പാസ്റ്റർ പറയണമെങ്കിൽ എന്തോ വ്യാപകം അടിച്ചാൽ മതി. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം എന്നൊക്കെ? എന്റെ ഈ വചനം കേട്ടുകൊണ്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം എന്റെ പേരടിച്ച വചനം കിട്ടുന്നു, ദൈവത്തിന് വചനം കിട്ടുന്നു? എന്റെ കൊച്ചന്മാരോടും ആന്റിമാരോടും ചോദിച്ചു നോക്കാം. കാണുന്ന എന്റെ ആന്റിമാരും കൊച്ചന്മാരൊക്കെ മെസ്സേജ്, ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞ മെസ്സേജ് അവർ കേൾക്കുന്നു എന്നുള്ള എത്ര സന്തോഷമുള്ള കാര്യം അറിയാം. അവരതിന്റെ അഭിമാനം കൊള്ളാൻ തുടങ്ങി. ഞങ്ങള് അമ്മൂന്റെ ബേസിന്റെ കല്യാണത്തിന് കുഞ്ഞക്കാട് ചെന്ന സമയത്ത് ഞാന് വെള്ളം മുണ്ടും വെള്ള ഷർട്ടും വെള്ള ടർട്ടും വെള്ള ചെയ്യും ഒരു രസത്തിന് നോക്കി. ആദ്യം ഏലാസിലും വന്ന് ടർക്കി എടുത്ത് മേടിച്ച് കുറച്ചപ്പോ എവിടേക്കാണ് നോക്കി. ഇത് കഴിഞ്ഞിപ്പോ പിന്നെ എന്നെ കഴിഞ്ഞ് തിരിച്ചിട്ട് വന്നു. അപ്പോ ഈ പാപ്പാശ്ശേരിയിലുള്ള പരീസ് അച്ഛന്റെ അമ്മയും അവരുടെ അനിയനൊക്കെ വന്നു. നീ നോക്കി, മൊത്തം നോക്കി, അവൻ മൊത്തത്തിൽ നോക്കി. ഇതൊന്നും അല്ല, അവിടെ വീട്ടിലാണ് പിള്ളേര് വെച്ച് തരുമ്പോ കേൾക്കണം. നോക്കി ഒരു മെസ്സേജ് കേൾക്കുന്നുണ്ടല്ലേ?
കഴിഞ്ഞ ദിവസം അങ്കമാലി ഒരു ഡോക്ടർ ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവമൊക്കെ നടുവിൽ പ്രവർത്തിക്കുന്ന ദൈവം മെസ്സേജ് പോസ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ഇൻബോക്സിൽ മെസ്സേജ് കിട്ടായിരുന്നു, ചേട്ടാ ആ മെസ്സേജ് എന്നെ ഒരുപാട് സ്പർശിച്ചു. അത് എനിക്ക് വാട്സപ്പിലേക്ക് എടുക്കാൻ കിട്ടുന്നില്ല. ഈ ഫേസ്ബുക്കിൽ ഇൻബോക്സിൽ സാധനമുണ്ട്, വാട്സപ്പിലേക്ക് എടുക്കാൻ കിട്ടുന്നില്ല. അപ്പോൾ ഭയങ്കരമായിട്ട് അത് ഇംഗ്ലീഷിനെ കൂടി പറയാം, ഇൻസ്പിറേഷൻ ഭയങ്കരമായിട്ട് ആകർഷിക്കുന്നു, സങ്കടമൊക്കെ വരുന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് ഞാനിവിടെ മെസ്സേജ് വന്ന് സങ്കടം തോന്നിയിട്ടുണ്ട്? എത്ര പേർക്ക് തോന്നുന്നു? എത്ര പേരത് ഏറ്റെടുക്കുന്നുണ്ട്? നിങ്ങൾ നല്ല ബോധ്യമുണ്ട്. പക്ഷെ എത്ര പേര് അത് അതിൻ്റെതായ അർത്ഥത്തിൽ എടുക്കുന്നുണ്ട്? ഇത് കടന്നു പോകുന്ന ഇടത്തേക്ക് ഇത് പ്രവർത്തിക്കുന്നത് കണ്ടോ? അതിനെന്താ സംഭവം? എൽദോന്റെ വചനമായിട്ടാണോ? ആണോ? എൽദോന് കേൾവി വാക്യമായിട്ട് കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. കേൾവി ക്രിസ്തുവിന്റെ വചനം ആ വായിക്കുന്നു, ആ പറയണത് വായിക്കും. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. എന്നാൽ അവർ കേട്ടില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. കേട്ടിരിക്കുന്നു നിശ്ചയം, കേട്ടിരിക്കുന്നു നിശ്ചയം. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. എന്നാൽ നിങ്ങൾ കേട്ടില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. അവർ കേട്ടിരിക്കുന്നു നിശ്ചയം. ഇന്നെങ്കിലും നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ ഇടയ്ക്ക് ഒരു പാട്ട് 4 വരി പാട്ട്, ഒരു വോയിസ് ഞെക്കി പിടിച്ച് 4 വരി പാട്ട് പാടിയും വിടുക. വാട്സപ്പിൽ സ്റ്റാറ്റസ്, നിങ്ങൾക്ക് വോയിസ് സ്റ്റാറ്റസ് വിടാൻ അറിയാമോ? വോയിസ് സ്റ്റാറ്റസ് വിടാൻ അറിയാമോ? വോയിസ് കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ രക്ഷ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? കുടുംബത്തിൽ മദ്യപിച്ച് നടക്കുന്നവരുണ്ടോ? വേറെ ബുദ്ധിമുട്ടായിട്ട് പോകുന്നവരുണ്ടോ? ഇവരുടെ എല്ലാം നടുവിൽ ഈ വോയിസ് കേൾക്കും. ഈ വോയിസിൽ ഒരു പാട്ട് പാടി വയ്ക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം പാടിയ പാട്ട് വീഴുമ്പോൾ താങ്ങും എൻ പ്രിയ എന്നുള്ള പാട്ടൊക്കെ പാടും. ആ വോയിസൊക്കെ ആ പാട്ടൊക്കെ കേൾക്കും. പിള്ളേരിട്ട് കഴിഞ്ഞാൽ ഈ പാട്ട് ആരൊക്കെ കേൾക്കണമെന്ന് അറിയാം. ചർച്ചിലുള്ള അച്ഛന്മാരെ എല്ലാവരും കേൾക്കുമെന്ന് പറഞ്ഞു. പക്ഷെ സ്കൂളിൽ പഠിപ്പ ടീച്ചർമാർ കേൾക്കൂലേ, സ്കൂളിലുള്ള കുട്ടികൾ കേൾക്കൂലേ. അപ്പൊ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നമ്മൾ ചെയ്തിരിക്കണം. ഈ ഒരു അകലപ്പാട് ഇതുവരെ വന്നില്ലെങ്കിൽ ഇനി വന്നോളണം. ആമേൻ, ഇനി വന്നോളണം. ഇനി അത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മറച്ചു വെക്കാൻ പാടില്ല. ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. എനിക്ക് കുറച്ചധികം 2-3 റെഫറൻസിലേക്ക് നോക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മൾ അതിലേക്ക് കടന്നു പോകുന്നില്ല. ഈ കേൾപ്പിച്ച വചനം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു? ജീവനായിക്കൊള്ളണം. ഇവിടെ റോമലേഖനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, ഹല്ലേലൂയ, ഒന്നാമത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരുന്നത് തന്നെ ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഒരുമിച്ച് പറഞ്ഞേ, ഒരു നാളുമില്ല. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഭംഗിയായി ചെയ്യുവാൻ നമുക്ക് ഓരോരുത്തരും ഉത്സാഹിക്കാം. ഇന്നു മുതൽ വളരെ ഉത്സാഹത്തോടു കൂടെ പ്രാർത്ഥിച്ചൊരുങ്ങി കഴിയുന്ന പോലെ ഞാൻ നമ്മുടെ ശ്യാമിന്റെ പ്രായത്തിലുള്ള പിള്ളേരെ സ്റ്റാറ്റസ് ഒക്കെ കാണുന്ന കാറും ഇങ്ങനെ ഓടിക്കുമ്പോ കാറിന്റെ പുക പോകുന്നതൊക്കെ, അതൊക്കെ ഇവരുടെ ട്രെൻഡ് എന്ന് പറയുന്നത്. പക്ഷെ ശ്യാമ അങ്ങനെ നിന്നില്ല. ഞാൻ ആ പ്രായത്തിലുള്ള പിള്ളേരാണ് പറഞ്ഞത്, നമ്മൾ അതൊക്കെ അല്ല ഇടേണ്ടത്. നമ്മളൊരു വാക്യൊക്കെ, ഞാൻ നിങ്ങൾക്ക് വാക്യം വേണമെങ്കിൽ ഞാൻ നിഖിൽ എന്നും ഒരു കാര്യം എല്ലാ ദിവസവും ഒരു വാക്യൊക്കെ എഴുതി അവൻ ഭംഗിയായി എഡിറ്റൊക്കെ ചെയ്ത് ഇട്ട് തരും. എല്ലാവർക്കും സ്റ്റാറ്റസ് ഇടാൻ മതി. MCC നെടുമ്പാശ്ശേരി അതിൻ്റെ അടിയിൽ ഒരു ചെറുതായിട്ട് ഇടും. അപ്പൊ എല്ലാവരും സ്റ്റാറ്റസ് ഒക്കെ ഇടാം. ഇപ്പം സുമിത് മാസ്റ്റർ മറ്റൊരു ചർച്ചയിൽ എന്തെങ്കിലും വിഷയത്തിൽ വന്നു കഴിഞ്ഞാൽ വാട്സപ്പിൽ ഇടും. ഇതെല്ലാവരും സ്റ്റാറ്റസ് ഇടുന്നുള്ളൂ. ഞാനപ്പോ മൊത്തം നോക്കും ആരൊക്കെ ഇട്ടുന്നു. എനിക്ക് മാത്രം ഇടുന്നുണ്ട്. ഇതിപ്പോ ബിൻചാട്ടിൽ ഇടുന്നുണ്ട്. നമ്മളോട് പറയുന്നത് പാസ്റ്റർമാരാണെങ്കിലും പറയുന്നത് എന്തിനാ? ആ ദൈവത്തിന്റെ അരുളപ്പാട് നമ്മുടെ പക്കലുണ്ടെന്ന് നമുക്കൊരു ബോധം വരുന്നതിന് വേണ്ടിയിട്ടല്ലേ. അത് നമ്മൾ ചെയ്യാൻ സാധിക്കട്ടെ. ദൈവം നമ്മെ ബലപ്പെടുത്തും, സഹായിക്കും. എല്ലാത്തിലും നമ്മുടെ പ്രാർത്ഥന യാചനയുമായിട്ട് മുന്നോട്ട് പോകുക. അതിന് മുന്നോട്ട് കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ ദൈവത്തോട് സ്നേഹത്തിന്റെ പ്രതി ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം വായിക്കാൻ, ചിന്തിക്കാൻ, ധ്യാനിക്കാൻ ഇടയെങ്കിലും അപ്രകാരം ധ്യാനിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തന്നെ നമ്മോട് സംസാരിക്കും. ചില വിഷയങ്ങൾ പങ്കുവയ്ക്കണം. സകല സൃഷ്ടികളോട് സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി ദൈവം തന്നെ ചില ആലോചനകൾ പങ്കുവെച്ച് തരുന്ന സഹായിക്കട്ടെ. വചനത്തെ സമർപ്പിച്ച് ഇപ്പോൾ ജോസേട്ടൻ പ്രാർത്ഥിച്ചു.